എല്ലാ വെള്ളിയാഴ്ചകളിൽ ഇതുപോലെ ഇന്നും ഒരുപാട് സിനിമകൾ വിവിധ ഭാഷകളിൽ നിന്നും റിലീസാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് മാർച്ച് 14, 11 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് വനവാസ് എന്ന ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് സീ ഫെവിലൂടെ ഡയറക്റ്റ് OTT റിലീസാക്കപ്പെട്ടിരിക്കുകയാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് സിനിമ റിലീസാക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തേത് അജയ് ദേവ്ഗൺ കാമിയോ റോളിലെത്തിയ ഒരു ലവ് സ്റ്റോറി സിനിമയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ആസാദ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. തിയേറ്ററുകളിലെ വൻ ദുരന്തമായ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസാക്കപ്പെട്ടിരിക്കുകയാണ്. ഹിന്ദിയിൽ മാത്രമാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തേത് അഭിഷേക് ബച്ചൻ നായകനെത്തിയ ബി ഹാപ്പി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ റിലീസാക്കപ്പെട്ടിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഭാഷകളിൽ സിനിമ ലഭ്യമാണ്. ഹിന്ദി, തമിഴ്, തെലുഗു, മലയാളം, കന്നഡ ഭാഷകളിലാണ് ആമസോൺ പ്രൈമിലൂടെ ബി ഹാപ്പി OTT റിലീസാക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തതും ഒരു ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആചാരി ബ എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇപ്പോൾ ഹിന്ദി ഭാഷയിൽ മാത്രം റിലീസാക്കപ്പെട്ടിരിക്കുകയാണ്. സമുദ്രക്കനി നായകനെത്തിയ ഒരു തമിഴ് സിനിമയാണ് രാമം രാഘവം. ചിത്രം തമിഴ്, തെലുഗു ഭാഷകളിൽ ഇപ്പോൾ സൺനെസ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ റിലീസാക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു തമിഴ് സിനിമ സി സോയാണ്. ചിത്രം സിമ്പിളി സൗത്തിലൂടെ ഇന്ന് തമിഴ് ഭാഷയിൽ മാത്രം റിലീസ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഡിസാസ്റ്ററായി മാറിയ മറ്റൊരു ഹിന്ദി സിനിമയാണ് എമർജൻസി. കങ്കണ സംവിധാനം ചെയ്ത് നിർമ്മിച്ച് നായികാവേഷത്തിലെത്തിയ ഈ ബോളിവുഡ് സിനിമയും ഇന്ന് മാർച്ച് 14 നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസാക്കപ്പെട്ടിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയ്ക്ക് 2 മണിക്കൂർ 24 മിനിറ്റാണ് ഡ്യൂറേഷൻ. അടുത്തത് തമിഴിൽ നിന്നും ഇന്ന് റിലീസ് ചെയ്ത 2 സിനിമകളെ കുറിച്ചാണ്. അതിലൊന്ന് 2K ലവ് സ്റ്റോറി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിനിമ അഹ തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അഹയെ കൂടാതെ ആമസോൺ പ്രൈമിലും സിനിമ ലഭ്യമാണ്. തെലുഗു സിനിമയായ ഹത്യ എന്ന സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ OTT റിലീസാക്കപ്പെട്ടിരിക്കുകയാണ്. തെലുഗു ഭാഷയ്ക്ക് പുറമെ കന്നഡ, മലയാളം ഭാഷകളിൽ കൂടി സിനിമ ഇപ്പോൾ ലഭ്യമാണ്. 2 ലിജോ മോൾ ഭാഗമായ സിനിമകൾ കൂടി ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് തമിഴിൽ നിന്നുള്ള കാതൽ 80 പോതുടമൈ എന്ന സിനിമയാണ്. ചിത്രം തെന്നിക്കോട്ടയിൽ ഇപ്പോൾ ലഭ്യമാണ്. അതേസമയം ബേസൽ ജോസഫ് നായകനെത്തിയ സച്ചിൻ ഗോപു, ഒപ്പം തന്നെ ലിജോ മോൾ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി ഭേദപ്പെട്ട കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയാണ് പൊന്മാൻ. സിനിമ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഹോട്ട്സ്റ്റാറിൽ സിനിമ ലഭ്യമാണ്. നല്ല അഭിപ്രായങ്ങൾ നേരത്തെ തിയേറ്ററുകളിൽ ലഭ്യമായ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ. ഇനിയും ഒരുപാട് സിനിമകൾ OTT റിലീസിനായിട്ട് ഒരുങ്ങുന്നുണ്ട്. കാത്തിരിക്കൂ കൂടുതൽ അടുത്ത ദിവസങ്ങളിലെ അപ്ഡേറ്റുകൾ കേട്ടാം.